വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല രീതിയിൽ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ മുമ്പായിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തുടർന്നുള്ള ബെല്ലൈക്കൺ നടത്താൻ കൂടി ഒന്നും മറക്കരുത്. നമ്മൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഗെറ്റ് റെഡി വിത്ത് മീ. എൻ്റെ കൂടെ ഫേസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഫേസിനൊന്ന് മിങ്കി എടുത്താലോ. അതിന് മുമ്പ് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അനിയത്തിക്കും എല്ലാവർക്കും പനിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 5 ദിവസം സ്കൂളിലൊന്നും പോയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് തൊട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ പൗഡർ ഇടാൻ പോവാണ് കേട്ടോ. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പൗഡർ ഇതാണ് കേട്ടോ. പിന്നെ വേറെ കുറേ പൗഡേഴ്സ് ഉണ്ട്, അത് യൂസ് ചെയ്യും. പക്ഷേ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പൗഡറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പൗഡർ ഇടാം. ഒറ്റയ്ക്കാണ് കേട്ടോ വീഡിയോ പിടിക്കുന്നത്. പൗഡർ ഇതിൻ്റെ മുകളിൽ പൗഡർ ഉണ്ട്, അപ്പോൾ കുറച്ചിട്ട് കഴിയും. അത്ര പൗഡർ മതിയിട്ട്, എത്ര പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നു അല്ലോ. അതിൻ്റെ ഇരുന്ന് അടയ്ക്കട്ടെ കേട്ടോ. ഇതായിരുന്നു നമുക്കില്ല, അപ്പോൾ നമുക്ക് ചെയ്താൽ പൗഡറൊക്കെ ഇട്ടിട്ട് ആ കരിവാളിപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണ് എഴുതാൻ പോവാണ്. കണ്ണും പിരികനും എഴുതിട്ടോ ഞാൻ. അപ്പോൾ നമുക്കത് ഞാനൊരു പെൻസിൽ വെച്ചിട്ടാണ് എഴുതുന്നത്, കാർഡിൽ വെച്ചിട്ടാണ് ഞാൻ അത് സ്ഥിരമായിട്ട് എഴുതാം കേട്ടോ. ഇന്നും എഴുതും ഞാനത്. അപ്പം നമുക്ക് അതൊന്ന് കാണാം. ഇതാണ് ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ആ പെൻസിൽ. ഇത് വെച്ചിട്ടാണ് ഞാൻ കണ്ണിൻ്റെ മുകളിൽ എഴുതും, താഴെ എഴുതും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് മുകളിലും താഴെ എഴുതും, പിന്നെ പിരികത്തുമേ ഞാൻ ഇത് വെച്ചിട്ട് എഴുതാറുണ്ട്. 2-3 ദിവസമായിട്ട് പനി ആയതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. നമുക്ക് ഒന്ന് തുറക്കാം. കണ്ണാടി കളിച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് ഇവിടെ കുത്ത് കേട്ടോ. എനിക്കിതേ ഇത് നോക്കിയിട്ട് എഴുതാൻ പറ്റില്ല, അപ്പോൾ കണ്ണാടി നോക്കിയിട്ട് എഴുതാം. ഇപ്പം തൽക്കാലത്തേക്ക് ക്യാമറയിൽ നോക്കുന്നില്ല, കണ്ണാടിയെ നോക്കിയിട്ടാണ് ഞാൻ എഴുതുന്നത്. നല്ല രസമുണ്ടാവും. അടിപൊളിയായിട്ട് കണ്ണൊക്കെ എഴുതുകയാണ്. നമുക്ക് ഫസ്റ്റ് സാധാരണ പിരികയാണ് എഴുതുക, പക്ഷെ ഞാൻ ഫസ്റ്റ് ഇതായിട്ട് എഴുതുന്നത്. നമുക്ക് കുറച്ച് ഇതാക്കി കൊടുക്കാം. ഇതൊന്നും കട്ടില്ലാണ്ടേ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സ്ഥിരം എഴുതലൊക്കെ കേട്ടോ. നമുക്കിന്ന് കാണാൻ വേണം കേട്ടോ. ഇത് പെട്ടെന്ന് പൊട്ടുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ കണ്ണൊക്കെ എഴുതി. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പൊട്ടോടും പിന്നെ മുടിയിലും ചെറുതായി ക്ലിപ്പ് കൂട്ടും. അത്രേ ചെയ്യുള്ളൂ കേട്ടോ. ഒരു സിമ്പിൾ മേക്കപ്പാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷെ കണ്ണ് എന്നും ഞാൻ എഴുതും, കാരണം കണ്ണ് എഴുതിയില്ലെങ്കിൽ എനിക്ക് എന്തോ സുഖം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് എന്നും കണ്ണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പൊട്ടോടാൻ പോവാണ്. നമുക്ക് പൊട്ട് നമുക്ക് എടുക്കാം. കർട്ടൻസിൻ്റെ ബാക്കിലാണ് കേട്ടോ പൊട്ടുള്ളത് കേട്ടോ. കിട്ടി. ഞാൻ കോപ്പി പൊട്ടാൻ തൊടാറുള്ളത്, ഇങ്ങനത്തെ പൊട്ടാണ് ഞാൻ തൊടാറുള്ളത് കേട്ടോ. അത് നമുക്ക് ഇതെന്താ എടുക്കാം.
പൊട്ടാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഒന്നൊക്കെ പൊട്ടിട്ടുണ്ട് കേട്ടോ. പൊട്ടെടുത്ത് ഇത് ഷേപ്പൊന്ന് ശരിയാക്കതേ പൊട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഷേപ്പൊന്ന് ശരിയാക്കണം. ദിവസം മടിക്ക് നിൽക്കൂലാട്ടോ. അങ്ങനെ കളിച്ച് കളിച്ച് നമുക്ക് കണ്ണാടിയിൽ നിന്ന് ജസ്റ്റ് നോക്കാം. എനിക്ക് ഫോണിൽ അത്രയ്ക്ക് ക്ലിയർ ആവുന്നില്ല. എനിക്കിത് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് സെൻറ്ററിൽ കിട്ടണം. അപ്പോൾ അതൊരു നിർബന്ധമാണ് കേട്ടോ. സെൻറ്ററിൽ ഇങ്ങനെ കിട്ടിയേ പറ്റും. സെൻറ്ററിൽ കിട്ടിയില്ലെങ്കിലാണ് ഒരു മാതിരി കേട്ടോ. ഇത് കറക്റ്റായിട്ട് എനിക്കങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. സാറിന് നമ്മൾ പൊട്ടൊക്കെ തൊട്ടു. ഇനി നമ്മളെന്താ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു നീരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചീർപ്പ് വെച്ചിട്ടൊന്ന് നീരി കൊടുക്കാം. ആക്ച്വലി ഈ ചീർപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഗ്യാപ്പുള്ള ഇതില്ല, അതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ അത് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ചീർപ്പ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല കേട്ടോ. നല്ല ചെടയുള്ള മുടിയാണ് കേട്ടോ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മറ്റു ചെരുപ്പ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ഹെയർ സ്റ്റൈൽ ഇങ്ങോട്ടൊന്ന് ഒതുക്കാനായിട്ട് ഒരു ചെരുപ്പും കൂടി യൂസ് ചെയ്യും കേട്ടോ. അതൊക്കെ ബോയ്സ് അല്ലെങ്കിൽ ആണുങ്ങൾ യൂസ് ചെയ്ത മറ്റേ ടൈപ്പ് ചെരുപ്പുകളാണ്. എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു ചെരുപ്പുണ്ട്, അത് വെച്ചിട്ട് ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനൊന്നും ചെയ്യുന്നത് തന്നെയാണ്. നല്ല വേദനയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ഈ ഒരു ചീർപ്പ് നമ്മൾ ഇങ്ങനെ ഉണ്ടാവുന്നു, ഇങ്ങനെ ആക്കി എടുക്കും. ഈ 3 ഫിംഗേഴ്സിൻ്റെ ഇതിലേക്ക് ഇട്ടിട്ട് നീട്ടി കൊടുക്കും കേട്ടോ. അത് വലിയ ചെയ്യുന്നില്ല, നല്ല വെച്ചിട്ടുണ്ടാവും. ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ഒന്ന് ഷേപ്പാക്കി ഇട്ടാലാണ്. മറ്റേ ചേർപ്പ് വെച്ചിട്ട് എനിക്കൊരു എയിം കിട്ടില്ല, അതുകൊണ്ടാണ് ഈ ചേർപ്പ് വെച്ചിട്ടാണ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. താഴെ കേട്ടോ നമ്മളത് എടുക്കുകയാണ് അങ്ങോട്ട്. നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനൽ ടച്ചിന് ഒരു ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കാം. ഹെയർ ബാൻഡ് ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ എന്ന് റെഡി ആവുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ്, ഏത് പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് റെഡി ആകുന്നത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ ചാനലിൽ എവിടെ വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എനിക്കൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ദിർഷ സൈനിങ് ഔട്ട്.